നമ്മുടെ പാറക്കുട്ടിക്ക് ഒട്ടും വയ്യല്ലോ ക്ലീറ്റോ. പാറക്കുട്ടി നമ്മുടെ പശു പശുവിന് പാറക്കുട്ടി എന്ന് പേര് കിട്ടാ. വയസ്സായ കിളവികളുടെ പേരാ. എന്താ പിന്നെ രത്നമെന്ന് ഇട്ടൂടായിരുന്നോ? അയ്യോ ഭയങ്കര തമാശ. ഞാൻ അതിന് ഡയാനാന്ന് പേരിടായിരുന്നു. ദാനയോ ഡയാനാന്ന് പേരിടാൻ? അത് പശുവാ. അത് മാത്രല്ല ഒരു ഓമനത്തം കിട്ടൂല പറഞ്ഞു. ഓ പിന്നെ അതിനാകെ ഒരു തളർച്ച. അത് പിന്നെ ഇച്ചിരി യാത്ര ചെയ്തൊക്കെ വന്നില്ല. അതിന്റെ തളർച്ചിട്ടാ നമ്മളെ പോലെ റെഡിയത്. അല്ല എന്നാലും വന്നപ്പം മുതൽ ഞാൻ ശ്രദ്ധിക്കുക, ഒരു ഉഷാറില്ല, അതിന് ആകെ ഒരു വയ്യാഴിക. അതെന്താന്നറിയാമോ, ഇത് വീട് മാറിയിട്ട് അങ്ങനെ ചിലപ്പോൾ ചില പശുക്കൾക്ക് അങ്ങനെ വരും. പെട്ടെന്ന് കുറെ ദിവസം നിന്ന് വീട്ടിൽ നിന്ന് മാറി വേറെ വീട്ടില്. നിനക്ക് ഓർമ്മയില്ലേ, ഇവളെ പണ്ട് ജമന്തിയുടെ വീട്ടിൽ പറഞ്ഞു വിട്ടപ്പോ ഇവളെ അന്ന് രാത്രി കിടന്ന് വേളം വെച്ചില്ലേ? അത് മനുഷ്യർ, ഇത് മൃഗല്ലേ ക്ലീറ്റോ. അതുകൊണ്ട് അതിപ്പോ ഒന്നുമില്ല, ഒരു സംഭവമില്ല. രാവിലെ ആകുമ്പോ പിന്നെ ഇതിനെ ആ വീട്ടിൽ തൊഴുത്തിലാ കെട്ടിക്കൊണ്ടിരുന്ന മറ്റു പശുക്കളുടെ കൂടെ. ഇതിപ്പോ ഇങ്ങനെ മുറ്റത്ത് ഒറ്റയ്ക്ക് നിന്നപ്പോ അതിന് ചില പേടി തോന്നിട്ടുണ്ടാവും. എന്നാ ക്ലീറ്റോ കുറച്ചു നേരം പോയി മുറ്റത്ത് നിൽക്ക്. അല്ല, അതിനഴിച്ച് വീട്ടിനകത്തോട്ട് കേട്ടോ, തക്കളി അതിന്റെ കൂടെ കിടത്തിയാലോ? ഞാനേ നമുക്ക് ഡോക്ടറെ കാണിച്ചാലോ? എന്തിന്? എനിക്ക് എന്തോ പോലെ തോന്നുന്നു അതിനെ കണ്ടിട്ട്. നിന്റെ തോന്നലങ്ങൾ മാറ്റിയാ അത് നേരം വെള്ളം വെച്ചുവിട്ട് അതും പോലും കുടിച്ചിട്ടില്ല. അത് അതെ, ദാഹിക്കുമ്പോ അത് കുടിച്ചോളും. ഇത്രയും നാളെ തന്നെത്താനെ തന്നെ വെള്ളം കുടിച്ചോണ്ടിരുന്നത്, ആരും പിടിച്ചു വെച്ച് കുടിപ്പിച്ചൊന്നുമില്ല. അതിന് ദാഹിക്കുമ്പോ അതും കുടിച്ചോളും. വെറുതെ ഒരു ഇവിടെ മുഴുവൻ ചാണകത്തിന്റെ വാടക കൊണ്ട് നാറ്റിക്കാൻ വേണ്ടിട്ടാ ഒറ്റ വാടക കൊണ്ട് കെട്ടിരിക്കണത്. ചാണകത്തിന് നാറ്റമാണോ അടി? മണമല്ലേ? നിനക്കറിയാമോ, എന്ത് നല്ല കാര്യം ചെയ്യുന്നതിന് മുമ്പും ഉരുണ്ട ചാണകം വയ്ക്കുന്നത് ഗണപതിയെ സങ്കല്പിച്ച്. എവിടെ ഇതൊക്കെ നീ എങ്ങനെ അറിയാം? എന്തടി? ഒന്നുമില്ല. അതിലുള്ള ശബ്ദം കേട്ടാ, എന്ത് സംഗീതാത്മകമായ ശബ്ദം. ഒന്നുമില്ല കേട്ടോ. ഡോക്ടർ നോക്കി മരുന്ന് തന്നു കഴിഞ്ഞാൽ എല്ലാ അസുഖവും മാറും കേട്ടാ, ഒരു കുഴപ്പമില്ല. എന്താ നമ്മുടെ ദാമോദരന്റെ കല്യാണിയല്ലേ? കല്യാണിയോ? സ്ഥിരം പേഷ്യന്റാ. ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുന്ന ആണോ ഇതിനെ? അതെ അതെ. അല്ല, അതിന് നോക്കാൻ അസുഖമൊന്നുമില്ലല്ലോ. ഇതിനൊരു ചെറിയ ചെള്ളു പൈനൊക്കെ ഉണ്ടായിരുന്നു. പകരണ്ടാന്ന് വിചാരിച്ച ഞാൻ നിർത്തണ്ടെന്ന് പറഞ്ഞതാ. അത് നിങ്ങൾ വാങ്ങിച്ചോ? ഫ്രീ ആയിട്ട് കിട്ടിയതാ? അല്ല ഡോക്ടറെ, ഞാൻ 10,000 രൂപ എണ്ണി കൊടുത്ത് മേടിച്ചതാ. എന്താന്ന്? അതെ, ദാമോദരൻ നമ്മൾ പറ്റിച്ചടി. ഈ പശു ഉണ്ടല്ലോ, ഡോക്ടറുടെ സ്ഥിരം പേഷ്യൻ്റാ. അതിന് ചെള്ളുപനിയുണ്ട്. അപ്പോൾ കൂടെയുള്ള പശുക്കൾക്ക് പകരാതിരിക്കാൻ വേണ്ടി ദാമോദരനോട് ഇത് വിറ്റോളാൻ പറഞ്ഞു. അങ്ങനെ അപ്പം അതിന് ലൈഫ് അധികം ഇല്ലെന്നാ ഡോക്ടർ പറയണേ. അല്ല, ചെള്ളുപനി മാറില്ല. അതാ നിർത്തണ്ടെന്ന് ഞാൻ പറഞ്ഞതേ. എന്നാലും ദാമോദരൻ എൻ്റെ അടുത്ത് വില കാണിച്ചല്ലോ അവനെ. ദാമോദര, നീ എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിലെത്തിയില്ലെങ്കിൽ ഞാനും എൻ്റെ പാർട്ടിയിലെ അണികളും കൂടെ നിന്റെ വീട്ടിൽ എത്തും. എന്തെന്നാ നിനക്ക് അറിഞ്ഞൂടാ? ഇവിടെ രോഗം വന്ന പശുവിനെ നീ എനിക്കൊന്ന് എന്നെ പറ്റിക്കാൻ നോക്കുന്നടാ. ആലാപലാതി, എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കണം. ക്ലീറ്റസ് ആണ് പറയണത്. ദാമോദര, നീ വൈകുന്നേരം ഒന്നും ആക്കണ്ട, എനിക്ക് ഇപ്പൊ ഇവിടെ എത്തണം. ഇല്ലെങ്കിൽ ഞാനിപ്പോ വണ്ടി വിളിച്ച് നിന്റെ എത്തിക്കണം ഇവിടെ. ഇപ്പൊ വരണം. എന്ത് പറ്റി? നമ്മളെ മൃഗ ഡോക്ടർ അങ്ങോട്ട് പോണുണ്ടു. എന്റെ അമ്പിളിക്കുട്ടൻ ചേട്ടാ, ഒന്നും പറയണ്ട ഇവിടുത്തെ കാര്യം. ആ പശുവിനെ മേടിച്ചില്ലേ, അത് ചാവാൻ കിടന്നുവെച്ച പശു വന്നേ. അതിനെ 10,000 രൂപ കൊടുത്തപ്പോ മേടിച്ചിട്ട് വന്നേക്കണേ. ഇത് മനപ്പൂർവ്വം എന്നെ ചതിക്കാൻ വേണ്ടി ചെയ്തതാ ഈ ബുദ്ധി. എനിക്കറിയാം. പരസ്പരം ബന്ധമില്ലാതെ പുറത്താൻ പറഞ്ഞു കരി കണ്ടിട്ടോ ക്ലീറ്റോ. പക്ഷെ കർത്താവ് ഉണ്ടല്ലോ, കർത്താവ് മേളിയിരുന്നല്ല കണ്ടോണ്ടിരിക്കണ്ട. എന്തോന്ന് കാണുന്നത്? നീ കുറച്ചു നേരത്തെ അവിടെ നിന്ന് പറയാനായിട്ടല്ല, വളവളാന്ന് പറയാനായിട്ടല്ല. എന്റെ ബുദ്ധിയല്ല നിന്റെ ബുദ്ധിയാണ്. നീ ഞാൻ പറയുന്നതിന് മുമ്പേ നീ ചിന്തിച്ചതാണ് എന്നൊക്കെ നീ പറഞ്ഞത്. എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ലായിരുന്നു. പക്ഷെ നീ പറഞ്ഞതിന് ശേഷമാണോ ഞാൻ അങ്ങനെ ചിന്തിച്ചേ. ഞാൻ പറഞ്ഞ ചാവാൻ കിടക്കണ പശുവിനെ വാങ്ങിച്ചോണ്ടേ. എടാ, ഓരോന്ന് ചെയ്യുമ്പോഴാ കാലോചിച്ച് കണ്ടും ചെയ്യണം കേട്ടാ, അല്ലെ ഇങ്ങനെ ഇരിക്കും. എടുത്ത് ചാടല്ലേ. നീ എന്നെ ക്ലീറ്റസിനെ കളി പഠിപ്പിക്കുന്ന രോഗമുള്ള പശുവിനെ നീ എന്നെ പറ്റിയാ നോക്കിയാ. ആര് പറഞ്ഞു? ഞാൻ പല്ല് കുറച്ചളയും.
കളിക്കുന്ന നീ അതെ ആ പശുവിന്റെ അടുത്ത് എന്തോ ഒരു പശുവായിരുന്നു രോഗം ഉണ്ടായിരുന്നത്. ഇതാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ആണോ? അപ്പൊ പിന്നെ മൃഗ ഡോക്ടറോട് വന്നിട്ട് പറഞ്ഞല്ലോടാ ഈ പശുവിന് രോഗമുള്ളതാണ് അങ്ങനെ ഡെയിലി 6-7 ലിറ്റർ പശുവിന്റെ പാല് കറന്നോണ്ടിരുന്നേ. നീ എന്നോട് പറഞ്ഞ എന്താണ് 20 ലിറ്റർ പാല് കറക്കണമെന്നല്ലേ? 2-3 ദിവസം കൂടുമ്പോ 10-20 ലിറ്റർ കിട്ടൂലേ? ദാമോദരാ, നിന്റെ കോളയും ഞാൻ അടിക്കും. കാശെടുക്കും, എടുക്ക്. 1 മാസത്തെ അവധി എനിക്ക് തരണം. എന്തോ 1 മാസത്തെ? 1 മാസം പോയിട്ട് 1 മിനിറ്റിന്റെ അവധി കാശ് എടുക്കണം. കളിക്കാതെ ഒരു 10 ദിവസം കൊടുക്കാതെ കാശ് തരണം. തരാം. ക്ലീറ്റസിനാണോ കളി പഠിപ്പിക്കണത് നീ? രൂപ 10 ഉണ്ടേ. ഉടനെ എന്റെ അടുത്ത് കളിക്കരുത് നീ. ഏതായാലും കളിക്കുന്നതാണ്. ക്ലീറ്റസ് ആരാ നമ്മൾ അറിഞ്ഞൂടാ. പിന്നെ കുറെ ദാമോദരന്മാരെ കണ്ടിട്ടുള്ള ആളായി ഞാൻ അല്ലേ? അവന്റെ ക്ലീറ്റസ് ആരാന്ന് കണ്ടോണി. ഇത് കണ്ട കൊണ്ടുപോയവൻ കാശ് അതേ കണക്ക് തിരിച്ചുകൊണ്ട് വന്നിട്ട് പോയിട്ടുണ്ടോ? 10,000 രൂപയെന്ന് പറയണത് അത് ഉണ്ടാക്കാൻ. പിന്നല്ലാതെ അവൻ ആരാ കാശ് തരണേ? കാശ് തന്നല്ലേ? കാശ് തന്നില്ലെങ്കിൽ അവൻ അറിയാം ക്ലീറ്റസ് ആരാന്ന്. ക്ലീറ്റസിന്റെ അടുത്തല്ലേ കളി? 10 ഉണ്ടോ? അത് ഞാൻ എണ്ണിക്കൊണ്ടിരിക്കണേ. 10 രക്ഷപ്പെട്ടു. 1 മാസത്തെ അവധി വേണോ എന്റെ അടുത്ത്? ഇടിക്കാണ്ട് എന്റെ പഴയ രീതി നിനക്ക് അറിയാലോ. അതൊക്കെ പുള്ളി പേടിച്ചു പോയി. പിന്നെ പേടിക്കില്ലേ? പിന്നെ ഇമാതിരി തെമ്മടത്തരം കാണിച്ചു അത് എന്റെ അടുത്ത്. ഇത്രയും പ്രമുഖനായി എന്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചു കഴിയുമ്പോൾ സാധാരണക്കാരത് എന്ത് കാണിക്കും? അതെ, ഇനിയൊരു പേടി ഉണ്ടാവും. ഉണ്ടാവണേ. ഇനിയിപ്പൊ ദില്ല സാധനത്തിന് എന്ത് ചെയ്യും? ഏത് ദേ നിക്കുന്ന അതിന് ദാമോദരം കൊണ്ടുപോയില്ലേ? ഇല്ല, കൊണ്ടുപോയില്ല. എന്താ ഇനി പരിപാടി? അതിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? കുഴിച്ചിട്ടാലോ? ജീവനോടെയോ? പിന്നെ ഇപ്പൊ എന്താ ചെയ്യും? അത് തന്നെയാ ഞാൻ ചോദിച്ച എന്ത് ചെയ്യുംന്ന്. ഒരു കാര്യം ചെയ്യും. അപ്പൊ 10 രൂപ കിട്ടിയിട്ടുണ്ടല്ലോ, അതിന്റെ കൂടെ ഒരു 10 കൂടി ഒപ്പിച്ചു വെച്ചോ. 10 വെച്ച 20 കിട്ടുന്നല്ലേ? എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി വെയ് രാജാവേ. നിങ്ങളുടെ കാര്യത്തിൽ 10 വെച്ച 20 കിട്ടുന്നല്ല, 10 വെച്ച 20 പോകും. അതുകൊണ്ട് ഇതിന്റെ കൂടെ ഒരു 10 കൂടി വെച്ചിട്ട് ആ പശു ഇന്നോ നാളെ ഒന്നും പറഞ്ഞു നിൽക്കുക. അതിനെ ശവടക്കിന് ഉപയോഗിക്കും.